ഇന്ന് ജോലിയും കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നേ. കാരണം ദേ ഇതൊക്കെ വാരി പെറുക്കാനും കുറച്ചൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുന്നു. ഇതൊക്കെ കണ്ടാൽ മനസ്സൊന്ന് ചഞ്ചലപ്പെടാത്ത സ്ത്രീജനങ്ങളുണ്ടോ? അപ്പം ഇതിലൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് ഞാനിങ്ങ് വീട്ടിലെത്തി. ഇനിയിപ്പം നമ്മളൊരു സ്ഥലം വരെ പോവാണേ. എന്നും പോകുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഒരു വിശേഷമുണ്ട്. എന്തത് പറ? ജാനിക്കുട്ടിയുടെ പിറന്നാളാണ്. ഞങ്ങളവിടെ വരെ പോയിട്ട് വരാം. ജാനിക്കുട്ടിക്ക് ആശംസകളൊക്കെ അറിയിച്ചിട്ട് വരാം അല്ലയോ? കുറെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണ്ടെല്ലാം എടുത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ജാനിക്കുട്ടിക്ക് കൊടുക്കാൻ. ഞങ്ങൾ പോയേച്ചും വരാം. അങ്ങനെ നമ്മളിങ്ങെത്തി. ഇവിടെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ ഒക്കെ അങ്ങ് പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഹാപ്പി ഡേ എന്നുള്ളതാണ് കിടക്കുന്നത്. ഹാപ്പി ഡേ ആണല്ലോ അല്ലേ? അപ്പോൾ നല്ല രസമുണ്ട്. ആ കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ പിറന്നാൾ കുട്ടി അടുത്തൊക്കെ പായസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ദേ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് കുക്കു പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. കേക്കൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമാണ്. ഇവിടെ ഒരാൾ കസേരയൊക്കെ ഇട്ട് കേക്കിൻ്റെ മുന്നിൽ വന്നങ്ങ് ഇരുന്നു. ക്ഷമ നശിച്ചിരിക്കുകയാണ്. അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ബഹളമാട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ചു. ഇനി കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജാനിക്കുട്ടിക്ക് പ്രാർത്ഥനകളും ആശംസകളും ഗിഫ്റ്റുകളും ഒക്കെ തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുന്നു. ജാനിക്കുട്ടിയുടെ വക ചക്കരയും എല്ലാവർക്കും. ജനുവരിയിൽ നമ്മുടെ മൂത്ത ആളിൻ്റെ പിറന്നാൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിയിൽ ജാനിക്കുട്ടി, മാർച്ചിൽ നമ്മുടെ ഇളയ 2 വീരന്മാരുടെയും ബർത്ത്ഡേ വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് ആരൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവരെല്ലാവരും മുത്തിൻ്റെയും മോനുക്കുട്ടൻ്റെയും കാര്യം മാത്രമല്ല ചോദിക്കുന്നത്, ജാനിക്കുട്ടിയുടെയും കുഞ്ഞോടെയും എല്ലാവരുടെയും വീട്ടിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്, സ്നേഹം പറയാറുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇത്തവണ മോനുകുട്ടൻ കുറേ മെനക്കെട്ടിരുന്ന് ജാനിക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മോനുകുട്ടൻ്റെ കൂട്ടുകാരൻ്റെ വക ഒരു പെന്നൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ജാനിക്കുട്ടിക്ക്. പേനയും പെൻസിലും പെൻസിൽ കട്ടറും റബ്ബറും ഒക്കെ ആയിരുന്നു. കൂട്ടത്തിലൊരു ഡയറി മിൽക്ക്, പിന്നെ 2 കത്ത് വായിച്ച് ഞങ്ങളെല്ലാവരും ചിരിച്ചു. അത് ഒരു 1.5 കത്തായിരുന്നു. അത് കേട്ട് ഞങ്ങൾ ചിരിച്ച പോലെ നിങ്ങൾക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അടുത്ത വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഗിഫ്റ്റൊക്കെ കാണിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് മുത്ത് വിളിച്ചു, ആങ്ങളെ വിളിച്ചു, എല്ലാവരെയും ഗിഫ്റ്റൊക്കെ കാണിച്ചു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഞാനും അമ്മയും കൂടി ഇച്ചിരി ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ പായസം കുടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളങ്ങ് വീട്ടിൽ പോവാണ്. അങ്ങനെ ജാനിക്കുട്ടിയുടെ സന്തോഷമുള്ള ഒരു പിറന്നാൾ കൂടി കടന്നുപോയി.